അമേരിക്കയുടെ ഓരോ നീക്കവും ഇമച്ചിമ്മാതെ ഒപ്പിയെടുത്ത് ചൈനയുടെ ചാരക്കണ്ണുകൾ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. എല്ലാം മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ടെന്ന് പറയാറില്ലേ? ദൈവിക ശക്തിയെ ഉദ്ദേശിച്ചാണ് അക്കാര്യം പറയുന്നതെങ്കിലും അതുകൂടാതെ ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ നീക്കങ്ങളും മുഴുവൻ സമയവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ സംവിധാനം സജ്ജമാക്കിയിരിക്കുകയാണ് ചൈന. അതിനുള്ള തെളിവ് അവർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തിയ സൈനിക നീക്കങ്ങളെ തത്സമയം ഒപ്പിയെടുത്ത് ആ സംഭവങ്ങളുടെ ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ ചൈനീസ് സംവിധാനം. മിസാർ വിഷൻ എന്ന ചൈനീസ് വാണിജ്യ സാറ്റലൈറ്റ് കമ്പനിയാണ് ഈ നിരീക്ഷണ സംവിധാനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് വിവരം. അമേരിക്ക അതീവ രഹസ്യമായി സജ്ജീകരിച്ച സൈനിക വിന്യാസങ്ങളും അത്യാധുനിക ആയുധങ്ങളുമെല്ലാം ചൈനയുടെ ഈ നിരീക്ഷണ സംവിധാനത്തിന്റെ ഭാഗമായുള്ള ഉപഗ്രഹങ്ങൾ കൃത്യമായി അതേപടി ഒപ്പിയെടുത്തിരിക്കുകയാണ്. ഇറാനിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്ക ആദ്യ ബോംബ് ഇടുന്നതിന് മുമ്പേ യുഎസിന്റെ ആ സൈനിക നീക്കങ്ങളെ സംബന്ധിച്ചുള്ള ഉപഗ്രഹ ദൃശ്യങ്ങൾ ചൈന പുറത്തുവിടുകയുണ്ടായി. ജോർദാനിലെ മുവാഫക് അൽസാൽദി വ്യോമത്താവളത്തിൽ യുഎസ് സ്ഥാപിച്ച താഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ കൃത്യമായ സ്ഥാനവും മിസാർ വിഷൻ പുറത്തുവിട്ട ചിത്രങ്ങളിൽ വ്യക്തമാണ്. അതുകൂടാതെ ഇസ്രയേലിലെ ഓഫ് ദ വ്യോമത്താവളത്തിൽ വിന്യസിച്ച യുഎസിന്റെ അത്യാധുനിക ശേഷികളുള്ള 11 F-22 റാപ്റ്റർ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ ചിത്രങ്ങളും പുറത്തുവിട്ട ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങളായ ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവിടങ്ങളിലുള്ള യുഎസിന്റെ സൈനിക താവളങ്ങളും ചൈനയുടെ ഈ ചാരക്കണ്ണുകൾ സദാസമയവും നിരീക്ഷിച്ചു വരികയാണ്. ഇക്കാലമത്രയും ബഹിരാകാശ നിരീക്ഷണ രംഗത്ത് അമേരിക്കയെ വെല്ലാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയെ നിരീക്ഷണ വലയത്തിലാക്കിയതിലൂടെ ആഗോള സൈനിക രംഗത്ത് അമേരിക്കയ്ക്കുള്ള ആധിപത്യം കുറയുന്നതിന് ഇടവരുത്തിയേക്കുമെന്നാണ് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ചൈന പിന്തുണയേകുന്ന രാജ്യങ്ങൾക്ക് നേരെ അമേരിക്ക കയ്യോങ്ങാനൊരുങ്ങിയാൽ ആ വിവരം തത്സമയം അതത് രാജ്യങ്ങൾക്ക് കൈമാറാൻ ഈ സംവിധാനത്തിലൂടെ ചൈനയ്ക്കാകും. മിസാർ വിഷൻ ഒരു സ്വകാര്യ കമ്പനിയാണെന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും ആ കമ്പനിക്ക് പിന്നിൽ ചൈനീസ് ഭരണകൂടത്തിന്റെ കരങ്ങളുണ്ടെന്നാണ് യുഎസ് ആരോപിക്കുന്നത്. വാണിജ്യ ഉപഗ്രഹങ്ങൾ എന്ന പേരിൽ ചൈന വിന്യസിച്ചിരിക്കുന്ന നിരീക്ഷണ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ബഹിരാകാശ ചാരപ്പണിയാണെന്നാണ് യുഎസ് പ്രതിരോധ വൃത്തങ്ങൾ ആരോപിക്കുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഗ്ലോബൽ ടൈംസ് അടുത്തിടെ ചില ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിടുകയുണ്ടായി. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി ലോകമെമ്പാടും പ്രചരിക്കപ്പെടുകയുമുണ്ടായി. അതിൽ അമേരിക്കയുടെ റഡാറുകളും മിസൈൽ ലോഞ്ചറുകളും വ്യക്തമായി കാണാനാകും. ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ഇറാനെ സംബന്ധിച്ച് ഏറെ ഗുണം ചെയ്യുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന യുഎസ് ലക്ഷ്യങ്ങൾക്കെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ കൃത്യമായി തൊടുത്തുവിടാൻ ഇറാന് കഴിയുമെന്നും വിദഗ്ധർ വിശദീകരിക്കുന്നു. ചൈനയുടെ ഇത്തരം നീക്കങ്ങൾ അമേരിക്കയുടെ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണെന്നും പറയുന്നു. സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കിയുള്ള സാറ്റലൈറ്റുകളാണ് ചൈന വിന്യസിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിലും ആകാശം മേഘാവൃതമായിരിക്കുന്ന അവസ്ഥയിലും ഭൂമിയിലെ ഓരോ നീക്കവും വ്യക്തമായി നിരീക്ഷിക്കാൻ ഇത്തരം സാറ്റലൈറ്റുകൾക്കാകും. അതിനാൽ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സദാസമയവും ഭൂമിയിലെ നീക്കങ്ങൾ ഒപ്പിയെടുക്കാൻ ഇത്തരം ഉപഗ്രഹങ്ങൾക്കാകുന്നു. ചില അവസരങ്ങളിൽ ചൈനയുടെ നിരീക്ഷണ സാറ്റലൈറ്റുകൾ അമേരിക്ക വിന്യസിച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങൾക്ക് വളരെ അടുത്തെത്തി അവയുടെ ചിത്രങ്ങൾ എടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. ചൈനയുടെ ഇത്തരം നീക്കങ്ങൾ വെറുമൊരു ചാരപ്രവർത്തനം മാത്രമല്ല എന്നും ഭാവിയിൽ ബഹിരാകാശ യുദ്ധങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പ്രവർത്തിക്കാമെന്നതിന്റെ പരിശീലനമാണ് ഇതിലൂടെ നടത്തപ്പെടുന്നതെന്നും വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ചൈനയുടെ ചില ഉപഗ്രഹങ്ങൾ അടുത്തിടെ ബഹിരാകാശത്ത് അസാധാരണമായ രീതിയിൽ ചലിക്കുന്നതായി അമേരിക്കൻ സൈനിക വിഭാഗങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഒരേ സമയം പല ഉപഗ്രഹങ്ങൾ നിയന്ത്രിതമായി തമ്മിലെടുത്ത് ചുറ്റി സഞ്ചരിക്കുന്നതും പ്രത്യേക രീതിയിൽ സ്ഥാനമാറ്റം നടത്തുന്നതുമാണ് യുഎസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്തരം നീക്കങ്ങൾ സാധാരണ ഉപഗ്രഹ പ്രവർത്തനങ്ങളല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഭാവിയിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ഉപഗ്രഹങ്ങൾ നശിപ്പിക്കുകയോ പ്രവർത്തനരഹിതമാക്കുകയോ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരം പരിശീലനങ്ങൾ നടക്കുന്നതെന്നും പറയപ്പെടുന്നു. ചൈന ഇതിനകം തന്നെ ആന്റി സാറ്റലൈറ്റ് ആയുധങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. 2007-ൽ ചൈന അതിന്റെ പരീക്ഷണവും നടത്തുകയുണ്ടായി. ആ പരീക്ഷണത്തിൽ സ്വന്തം സാറ്റലൈറ്റ് തന്നെ മിസൈൽ ഉപയോഗിച്ച് അവർ തകർത്തിരുന്നു.
ഇത് ലോകത്ത് വലിയ ആശങ്കയ്ക്ക് കാരണമായി. നിലവിൽ പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ അമേരിക്ക നടത്തുന്ന ഓരോ നീക്കവും, ഒപ്പം അവരുടെ സൈനിക താവളങ്ങളും സദാസമയവും നിരീക്ഷിക്കുന്ന ചൈനീസ് സംവിധാനങ്ങൾ ആഗോളതലത്തിൽ ചർച്ചയായിരിക്കുകയാണ്. ബഹിരാകാശ നിരീക്ഷണ രംഗത്ത് ചൈന കൈവരിച്ച നേട്ടമായി മാത്രം ഈ വിഷയത്തെ സമീപിക്കാനാവില്ല. അത് ലോകരാജ്യങ്ങൾക്ക് ഭാവിയിൽ വലിയ ഭീഷണി ഉയർത്തുമെന്നതും മുന്നിൽ കാണേണ്ടിയിരിക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.